സ്ത്രീകളെ കാണുമ്പോൾ പരമാവധി വിട്ടുനിന്നാൽ അവനവന് കൊള്ളാം. ഏതെങ്കിലും പെണ്ണ് എന്തെങ്കിലും പറഞ്ഞ് വീഡിയോ ഉണ്ടാക്കി വൈറലാക്കിയാൽ കോടതിയോ മാധ്യമങ്ങളോ പോലീസോ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഓർത്തോ. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷനും അന്തസ്സുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിനു പിന്നാലെ അപമാന ഭാരത്തിലായ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ്. ദയവ് ചെയ്ത് സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ഒരു സ്ത്രീയും ദുരുപയോഗം ചെയ്യരുത്. കാരണം യഥാർത്ഥ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഭാവിയിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. നിരവധി പേരാണ് സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. പണ്ഡിറ്റിന്റെ സാമൂഹ്യ നിരീക്ഷണം. തിരക്കുള്ള ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണം നേരിടുന്ന കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ യുവാവ് ആത്മഹത്യ ചെയ്തു. തന്റെ സുഹൃത്തിന് രക്തം ദാനം ചെയ്തിട്ട് യുവാവ് തിരിച്ചു ബസ്സിൽ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ സംഭവം ഉണ്ടായതും. തന്നെ ഈ യുവാവ് സ്പർശിച്ചു എന്ന രീതിയിൽ ഒരു യുവതി ബസ്സിൽ നിന്നും വീഡിയോ എടുത്തും യുവതി തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലിട്ട് അത് വൈറലാക്കിയതും. വീഡിയോ പുറത്തു വന്നതിൽ പിന്നെ വളരെ സമ്മർദ്ദത്തിലായ യുവാവ് മരണം തെരഞ്ഞെടുത്തു. ആ സംഭവത്തിന്റെ ശരിയും തെറ്റുമെല്ലാം കോടതിയാണല്ലോ വീഡിയോ നോക്കി തീരുമാനിക്കേണ്ടത്. ആണുങ്ങൾക്ക് ഈ സംഭവമൊക്കെ വലിയ പാഠമാണ്. സ്ത്രീകളെ കാണുമ്പോൾ പരമാവധി വിട്ടുനിന്നാൽ അവനവന് കൊള്ളാം. ഏതെങ്കിലും പെണ്ണ് എന്തെങ്കിലും പറഞ്ഞ് വീഡിയോ ഉണ്ടാക്കി വൈറലാക്കിയാൽ കോടതിയോ മാധ്യമങ്ങളോ പോലീസോ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഓർത്തോ. സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ പുരുഷനും അന്തസ്സുണ്ട്. 1,00,000 ആളുകൾ ഇത്തരം വീഡിയോസ് കാണുമ്പോൾ മിനിമം 1000 പേരെങ്കിലും നിങ്ങൾ ഞരമ്പനാണെന്ന് വിശ്വസിക്കും. ഇദ്ദേഹം നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഈ അവസ്ഥയെ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യാമായിരുന്നു. നിരപരാധിത്വവും സമൂഹത്തിന്റെ മുന്നിൽ തെളിയിക്കണമായിരുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. മരിച്ച യുവാവിന് പ്രണാമം. അതിനാൽ പുരുഷന്മാരെ ഭയം വേണ്ട, ജാഗ്രത മതി. ദയവ് ചെയ്ത് സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ഒരു സ്ത്രീയും ദുരുപയോഗം ചെയ്യരുത്. കാരണം യഥാർത്ഥ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഭാവിയിൽ ഉണ്ടാകും. സംഭവം സത്യമാണെങ്കിലും പലരും വിശ്വസിക്കില്ല. ഇനി ഏതെങ്കിലും പുരുഷനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായാൽ വർഷങ്ങളോളം അതും വെച്ച് നടക്കരുത്. സംഭവം നടന്ന ഉടനെ കേസ് കൊടുക്കുക. സംഭവത്തിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ അത് വെച്ച് റീച്ചും പണവും ഉണ്ടാക്കാതെ പോലീസിനും കോടതിക്കും അതൊക്കെ കൈമാറുക. തീർച്ചയായും തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടും, നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതേസമയം ഗോവിന്ദപുരത്തെ ദീപകിന്റെ വിയോഗം ഒരു നാടിനെയാകെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ശനിയാഴ്ചയായിരുന്നു ദീപകിന്റെ 42ാം ജന്മദിനം. എന്നാൽ യുവതി പങ്കുവച്ച വീഡിയോയുമായി അപമാന ഭാരത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ ദീപക് പിറ്റേ ദിവസം ജീവനൊടുക്കുകയായിരുന്നു. ശനിയാഴ്ചയും ദീപക് വിളിച്ചിരുന്നുവെന്നും കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ ഞായറാഴ്ച ദീപകിന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ നടുങ്ങിപ്പോയെന്നുമാണ് അടുത്ത ബന്ധു സനീഷ് നിറകണ്ണുകളോടെ പറഞ്ഞത്. ദീപകിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ സംസാരിച്ചെന്നും ബന്ധുവായ സനീഷ് ആരോപിച്ചു. അച്ഛനമ്മമാരുടെ ഏക മകനായ ദീപക് അവധി ദിവസങ്ങളിൽ പൂർണ്ണമായും അവരോടൊപ്പമാണ് ചെലവഴിച്ചിരുന്നതെന്നും സനീഷ് പറയുന്നു. യുവതി രണ്ടാമത്തെ വിശദീകരണവും വീഡിയോ കൂടി വന്നതോടെ ദീപക് വല്ലാതെ അസ്വസ്ഥനായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. എന്താവശ്യത്തിനും സഹായത്തിനും ഓടിയെത്തുന്ന ആളായിരുന്നു. വീട്ടുകാരും ബന്ധുക്കളുമെല്ലാം ചിക്കു എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്ന ദീപക്. സോഷ്യൽ മീഡിയയിലൂടെ യുവതി പ്രചരിപ്പിച്ചത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണെന്നും ഇതിനെ തുടർന്ന് ദീപക് വലിയ മാനസിക വിഷമത്തിലായിരുന്നുവെന്നും ദീപകിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.